വെൽക്കം ബാക്ക് ടു ഗെറ്റ് റെഡി ഗോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത ബാഗാണ്. MKയുടെ ബാഗ്. ഇതെൻ്റെ സെക്കൻഡ് ബാഗാണ്. ഇതിന് മുന്നേ എനിക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അതൊരു 2 years ബാക്ക് എന്ന് പറയാം. ആ ബാഗ് നമ്മുടെ പുതിയ ബാഗ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നമ്മുടെ ആദ്യത്തെ എൻ്റെ MK ബാഗ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ആ ബാഗ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാഗാണ്. ഇതിനകത്ത് ഒത്തിരി കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതൊരു ക്ലാസിക് മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എപ്പം പോയാലും ഈ മോഡൽ ഔട്ടാവില്ല. അപ്പം ഏത് ടൈമിൽ പോയാലും ഇനിയിപ്പോൾ 2-3 വർഷം കഴിഞ്ഞാലും 5-6 വർഷം കഴിഞ്ഞാലും ഈ ഒരു സ്റ്റൈൽ പാറ്റേൺ അവരുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ പറയാനുള്ളതാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി പറ്റിയാണെങ്കിലും 2 years ആയല്ലോ. അപ്പോൾ 2 years ആയിട്ടും ഇതിന് പ്രത്യേകിച്ച് ഒന്ന് ലെതർ ടോൺ ആവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ഫീഡ് ആവുകയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇതാണ് എൻ്റെ MKയുടെ ബാഗ്. പിന്നെ എനിക്ക് ഒരു ചെറിയ പ്രശ്നം തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഒരു ഹെവി ഒരു ഫീൽ വരാറുണ്ട്. കാരണം എനിക്കൊന്ന് ഈ ബാഗിന് തന്നെ കുറച്ച് വെയിറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്, പ്രത്യേകിച്ച് നമ്മൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തോളയിലൊക്കെ തൂക്കുമ്പോഴത്തേക്ക് ഷോൾഡർ പെയിൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെയിലൊക്കെ ഞാനിത് ബാഗ് കൊടുക്കാറുമ്പോൾ ചോദിക്കാറുണ്ട്, നീ ഇതിനകത്ത് എന്താ വെച്ചേക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതാണ് ഈ ബാഗിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സോ ഇത് ബേസിക്കലി ഒരു 2 years ആയിട്ടുള്ളൂ ഈ ബാഗ് വാങ്ങിയിട്ട്. പിന്നെ ഇതാണ് എൻ്റെ പുതിയ മൈക്കൽ കോക്സിൻ്റെ ബാഗ്. ഇത് വലുപ്പമുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിത് ചെറിയ അത്യാവശ്യം ഒരുപാട് തീരെ ചെറുതുമല്ല, എന്നാൽ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗാണ് വാങ്ങിച്ചത്. സോ ഇതാണ്. ഇത് ബ്രൗൺ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓഫ് വൈറ്റാണ് ശരിക്കുള്ളതിൻ്റെ ഒരു ഷെയ്ഡും. ഇതും പുതിയ മോഡലാണ് MKയുടെ. ഇതും ഒരു ക്ലാസിക് ഡിസൈൻ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. എനിക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് പാറ്റേൺ എന്ന് തന്നെ പറയാം. ഈ ഒരു ഷേപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് അതിൻ്റെ സ്ട്രാപ്പ്. നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാക്കിലും എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. മേലെ ഒരുപാട് തിങ്സ് ഉള്ളിക്കൊള്ളില്ല. അത്യാവശ്യം പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിലും വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഓപ്പൺ ചെയ്ത് ഇതിനകത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തുക്കാൻ മാറ്റാം. സോ ഈ സ്ട്രാപ്പ് ഓൾറെഡി ഉണ്ട്. നമുക്കൊന്നുകൂടെ ഇച്ചിരി ലെങ്തി ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അവർ എക്സ്ട്രാ സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ട്രാപ്പ്. ഓക്കെ, സോ ഇതാണ് ആ സ്ട്രാപ്പ്. സോ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ല ലെങ്ത് ഉണ്ട്. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിൽ കൂടുതൽ നീളം വേണമെന്നുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നീളം കുറയ്ക്കാനും ഉള്ള ഇതുണ്ട്. ഓക്കെ, ദെൻ ഇന്നത്തെ പേപ്പറൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് പ്രത്യേകിച്ച് നല്ല ലക്ഷറി ബ്രാൻഡ്സും ഒക്കെ ഉള്ളവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഡസ്റ്റ് ബാഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് ബാഗിനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ പേപ്പേഴ്സാണ്. ഇത് അവരുടെ ബുക്ക്ലെറ്റ് പോലെ
മൈക്കിൾ കോക്സിൻ്റെ കെയർ കാർഡെന്നും പറഞ്ഞിട്ട് ബാഗ് എങ്ങനെ സൂക്ഷിക്കണം അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് 1 കമ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്കിതേപോലെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്ത് മെയിൻലി ഞാൻ ഈ ഒരു സ്റ്റൈൽ ഓഫ് പാറ്റേൺ ചൂസ് ചെയ്യാൻ കാരണം നമുക്ക് ഒരു കാഷ്വൽ പർപ്പസിനൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചത്. ഇതിൻ്റെ എമൗണ്ട് ഐ തിങ്ക് 1090 സംതിങ് റിയാലാണ്, ഖത്തർ റിയാലാണ്. ഇതാണത് MKയുടെ സംഭവം. ഓക്കെ, പിന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് ഞങ്ങൾ വാങ്ങിയ ടൈമിൽ ഓഫേഴ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇത് വാങ്ങുന്ന സമയത്ത് ഓഫേഴ്സ് ഉണ്ടായിരുന്നു, 50% ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളിത് സിംഗപ്പൂർ വെച്ചാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ ഖത്തറിലുള്ള വില്ലാജിയോ മോളിലാണ്, അവിടുത്തെ MKയുടെ ഔട്ട്ലെറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. കാരണം എൻ്റെ ഫസ്റ്റ് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗാണ്, നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും സെക്കൻഡ് ബാഗും ഈ ബ്രാൻഡിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ എന്താ പറയുക, സോ ബേസിക്കലി നമുക്ക് കാഷ്വൽ പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോകാൻ സമയത്തോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് ഒക്കെ പോകുമ്പോൾ ഒരു ഡേ ഔട്ടിനൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാഗ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ സ്റ്റൈലും കളറും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു MKയുടെ ഒരു സെക്കൻഡ് ബാഗാണിത്. ഇത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഞാനിന്ന് വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് വന്നിട്ടും എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്ന ഡ്രസ്സാണിത്. ഞാൻ ഷീനിൽ നിന്ന് ഓർഡർ ചെയ്ത് തന്നായിരുന്നു. ഓക്കെ, ഷീൻ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കോഡ് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ വീഡിയോയുടെ താഴെ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെയും ടാറ്റ, ഗുഡ് ബൈ, ലവ് യു, ടേക്ക് കെയർ, ബൈ.